ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ റിവിഷൻ ക്ലാസ് തന്നെയാണ്. സ്റ്റോർ കീപ്പറിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിനു മുമ്പ് നമ്മളെടുത്ത അസിസ്റ്റൻറ്റ് ടൈം കീപ്പറിൻ്റെ റിവിഷൻ ക്ലാസ് കണ്ടതിന് ശേഷം വേണം ഇത് കാണാൻ. കാരണം ഏകദേശം എല്ലാം ഒരേ സിലബസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 10th ലെവൽ എന്ന ബേസിൽ എല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞതേ പറയണ്ടല്ലോ എന്നുള്ള ലെവലിലാണ് നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുക എന്ന് പറയുന്നത്. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 2 ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. GK ആണ്, കറന്റ് അഫയേഴ്സ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അതിലത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരുമാണ്. ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാനാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. 5 വർഷമോ 65 വയസ്സോ ആണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ MR ബൈജു ആണ്. ഇവരുടെ നിയമനം ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. നീക്കം ചെയ്യലാണ്, കത്ത് നൽകുന്നതല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, കേരള PSCയുടെ ചെയർമാൻ MR ബൈജു, നിയമനം ഗവർണർ, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജയ് കുമാർ ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. ആർട്ടിക്കിൾ 312 എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അത് പ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്നത്. യൂണിയനും സ്റ്റേറ്റിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 312 പറയുന്നത്. അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷന് നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? K ഹരിലാൽ ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ K ഹരിലാൽ ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനിലെ ഒരു ചെയർമാനും 2 അംഗങ്ങളുമുണ്ട്. ഒരു ചെയർമാൻ 2 അംഗങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷണർ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 250 ആണ് കമ്മീഷനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. ധനകാര്യ കമ്മീഷനിൽ ഒരു ചെയർമാനും 4 അംഗങ്ങളും ഉൾപ്പെടുന്നു. അപ്പോൾ ഒരു ചെയർമാനും 4 അംഗങ്ങളും ഉൾപ്പെടെ 5 അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷണർ K ഹരിലാൽ. സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 250 ആണ് കമ്മീഷനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ ഒരു ചെയർമാനും 4 അംഗങ്ങളും ഉൾപ്പെടെ 5 അംഗങ്ങളുണ്ട്. അടുത്തത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവിയാണ്. 1996 മാർച്ച് 14-നാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. അതിന്റെ ആസ്ഥാനം പട്ടമാണ്. പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി 1996 മാർച്ച് 14-ന് രൂപീകരിച്ചു. ആസ്ഥാനം പട്ടം, പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്.
1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. ആസ്ഥാനം നിർഭയ ഭവൻ. പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിള. വെബ് പോർട്ടൽ നാരി. അംഗസംഖ്യ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും അടങ്ങുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. 1996 മാർച്ച് 14 രൂപീകരിച്ചു. ആസ്ഥാനം പട്ടമാണ്. പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോറാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. 1992 ജനുവരി 31 രൂപീകരിച്ചത്. ആസ്ഥാനം നിർഭയ ഭവൻ. പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിള. വെബ് പോർട്ടൽ നാരി. അംഗസംഖ്യ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും അടങ്ങുന്നതാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. 1998 ഡിസംബർ 11. ഇതിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. 1993 ഒക്ടോബർ 12 ഇത് സ്ഥാപിതമായത്. ആസ്ഥാനം മാനവ അധികാര ഭവനാണ്. അതിന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിന എന്നതാണ്. അംഗങ്ങൾ ചെയർപേഴ്സണും 5 മുഴുവൻ സമയ അംഗങ്ങളും അതുപോലെ 7 അംഗീകൃത അംഗങ്ങളും അടങ്ങുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവയുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് നിയമം വഴി സ്ഥാപിതമായ ഒരു ബോഡിയാണിത്. 1998 ഡിസംബർ 11 ഇത് സ്ഥാപിതമായത്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി. അംഗസംഖ്യ ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. ആസ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാര ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിന എന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചെയർപേഴ്സണും അതുപോലെ 5 മുഴുവൻ സമയ അംഗങ്ങളും കൂടാതെ 7 അംഗീകൃത അംഗങ്ങളും അടങ്ങിയിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായരാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായരാണ്. നിയമിക്കുന്നത് ഗവർണറാണ്. അതായത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ചെയർമാനെ കൂടാതെ 5 അംഗങ്ങളാണുള്ളത്. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ 5 അംഗങ്ങളാണുള്ളത്. അടുത്തത് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹീരാലാൽ സമരികയാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരികയാണ്. 2005 ഒക്ടോബർ 12 ഇത് രൂപീകരിച്ചത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് കുറച്ച് നിയമനങ്ങൾ നോക്കാം. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BS ഗവായ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. മാറിപ്പോയത് നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു. വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. നമ്മൾ ഇന്നലത്തെ റിവിഷനിലെ അടിസ്ഥാന ബലങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും കൂടിയ ബലം എന്ന് പറയുന്നത് പ്രബല ആണവ ബലമാണ്. ഏറ്റവും കൂടിയ ബലം ഏതാണ്? പ്രബല ആണവ ബലമാണ്. അതിനുശേഷം ആ ഓർഡർ ഒന്നുകൂടെ പറയാം. പ്രബല ആണവ ബലം, വൈദ്യുത കാന്തിക ബലം, ക്ഷീണ ആണവ ബലം, ഗുരുത്വാകർഷണ ബലം എന്നിങ്ങനെയാണ് എന്ത് വരുന്നത്? ബലങ്ങൾ ശക്തി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുന്നത്.
ഗുരുത്വ ത്വരണം ഏറ്റവും കൂടിയത് ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിലാണ്. ഏറ്റവും കുറവ് ഭൂമധ്യ രേഖാ പ്രദേശത്താണ്. അപ്പൊ ഏറ്റവും കൂടിയത് ഭൂമിയുടെ ധ്രുവ പ്രദേശത്തും ഏറ്റവും കുറവ് ഭൂമധ്യ രേഖാ പ്രദേശത്തുമാണ്. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. അപ്പം ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ബലം കുറയുന്നു. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിന് ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശകളിലേക്കും തുല്യ അളവിൽ ആകർഷിക്കപ്പെടുന്നതിനാൽ പരിണിത ആകർഷണ ബലം എന്ന് പറയുന്നത് 0 അപ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെയായിരിക്കും. ഭൂഗുരുത്വ ത്വരണം ഏറ്റവും കൂടിയിരിക്കുന്നത് എവിടെയാണ്? ഭൂമിയുടെ ധ്രുവ പ്രദേശത്തും കുറവുള്ളത് എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലുമാണ്. അതുപോലെ നമുക്ക് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും നോക്കാം. പ്രപഞ്ചത്തിലെ ബലങ്ങളെ സമ്പർക്ക ബലം, സമ്പർക്ക രഹിത ബലം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാൻ കഴിയും. എങ്ങനെയാണ്? സമ്പർക്ക ബലമെന്നും സമ്പർക്ക രഹിത ബലമെന്നുമാണ് പ്രകൃതിയിലെ ബലങ്ങളെ തരംതിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ സമ്പർക്ക ബലങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. അതാണ് വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം എന്നിവയൊക്കെ. അപ്പൊ സമ്പർക്ക ബലത്തിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിസ്കസ് ബലവും പ്രതല ബലവും വലിവ് ബലവും ഘർഷണ ബലവും ഒക്കെ സമ്പർക്ക ബലങ്ങൾക്ക് ഉദാഹരണമാണ്. സമ്പർക്കരഹിത ബലം അതായത് നോൺ കോണ്ടാക്ട് ഫോഴ്സ്, കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും ആണ്. നോൺ കോണ്ടാക്ട് ഫോഴ്സിന് ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം എന്നിവയെല്ലാം നോൺ കോണ്ടാക്ട് ഫോഴ്സിന് ഉദാഹരണമാണ്. അടുത്ത നമുക്ക് പ്ലവക്ഷമ ബലം എന്താണെന്ന് നോക്കാം. അതായത് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം എന്ത് ചെയ്യും? ആ വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം അറിയപ്പെടുന്ന പേരാണ് പ്ലവക്ഷമ ബലം. ഒരു വസ്തു ദ്രവത്തില് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ പകുതിയോ മുഴുവനായിട്ടോ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ആ വസ്തു ഏത് ദ്രവത്തിലാണുള്ളോ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഈ ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത് പ്ലവക്ഷമ ബലത്തിന് ഒരു ഉദാഹരണമാണ്. ഒരു വസ്തു ഈ ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ ഭാരക്കുറവ് വസ്തു ദ്രവത്തിലെ വെള്ളത്തിൽ എന്തിലെങ്കിലും മുങ്ങിയിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇങ്ങനെ ഒരു വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ എങ്ങനെയാണ്? ഒരു വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കുമ്പോൾ വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കും. അതുപോലെ ഒരു വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കുമ്പോൾ വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കും. മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. മണ്ണെണ്ണ എന്തുകൊണ്ടാണ് ജലത്തിന് മുകളിൽ കിടക്കുന്നത്? ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത് കേശികത്വം നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ? ഈ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയൊക്കെ ഈ മേലേക്ക് നമ്മൾ പറയും ഭൂഗുരുത്വാകർഷണം വരുമ്പോൾ ഭൂമിയിലേക്കാണല്ലോ പതിക്കുന്നത്. ഇത് അതിന് നേരെ തിരിച്ചായിട്ട് മേലേക്ക് ഭൂഗുരുത്വത്തിനെതിരായി മുകളിലേക്ക് ഉയരുന്നതിനെയാണ് ഈ കേശികത്വം എന്ന് പറയുന്നത്. ഈ കേശികത്വത്തിനുള്ള ഉദാഹരണമാണ് ഈ മണ്ണെണ്ണ വിളക്കില് തിരിയിലൂടെയൊക്കെ മണ്ണെണ്ണ മേലേക്ക് ഉയരുന്നില്ല. നമ്മൾ പറഞ്ഞ മേലേക്കാണ് പോകുന്നത്, ഭൂഗുരുത്വത്തിനെതിരെ മേലേക്ക് പോകുന്നതിനാണ്. അപ്പോൾ കേശികത്വത്തിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ മണ്ണെണ്ണ വിളക്കിലെ തിരിയിലൂടെ മണ്ണെണ്ണ ഉയരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ മഴക്കാലമായാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ ചുമരിലൊക്കെ എന്തുണ്ടാവും? നനവ് പടരും. കാരണം പറഞ്ഞാൽ ഉള്ളിലും കൂടി നനവ് പടരും. ഉള്ളിൽ മഴ പെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ഈ കേശികത്വം കൊണ്ടാണ് ചുമരിലൊക്കെ നനവ് പടരുന്നത്. ചുമരിൽ മഴക്കാലത്ത് നനവ് പടരുന്നത്. അതുപോലെ കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത്, ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നതൊക്കെ കേശികത്വത്തിന് ഒരു ഉദാഹരണമാണ്. ഇനി എന്താണ് പ്രതല ബലം എന്ന് നോക്കാം അല്ലെ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില പ്രാണികൾക്കൊക്കെ ജലത്തിന്റെ മേലയിലൂടെ ഇങ്ങനെ നടക്കാൻ കഴിയും, മുങ്ങിപ്പോവാതെ
ജലത്തിന് മേലെ കൂടെ സഞ്ചരിക്കാൻ കഴിയും. അതിനെയാണ് ഈ പ്രതല ബലം പറയുന്നത്. പ്രതല ബലമാണ് അതിനവരെ സഹായിക്കുന്നത്. അപ്പൊ എന്താണ് പ്രതല ബലം ചോദിച്ചാൽ, ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം എന്ത് ചെയ്യും? ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കും. അങ്ങനെ നിൽക്കാൻ കാരണമായ ബലമാണ് പ്രതല ബലം. അതായത് ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷണം ചെയ്യുന്നത് മൂലം ജലോപരിതലം എന്താവും? ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കും. ഇതിന് കാരണമായ ബലമാണ് പ്രതല ബലം. അതിന് ഉദാഹരണമാണ് ഈ ചില പ്രാണികൾ ജലത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് കൊഹിഷനും അഡ്ഹീഷനും. കൊഹിഷൻ പറഞ്ഞാൽ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. അപ്പൊ അഡ്ഹീഷൻ പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ എന്ന് പറയുന്നത്. ഈ അഡ്ഹീഷൻ ഒരു ഉദാഹരണം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതുമല്ലോ, ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ അവിടെ ആ കളർ കാണില്ല. അതായത് ചോക്ക് വടി എന്ത് ചെയ്യണം? അവിടെ ആ ബോർഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നത് അല്ലേ. ഇതൊരു അഡ്ഹീഷൻ ബലത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ അഡ്ഹീഷനുള്ള ഒരു ഉദാഹരണമാണ് ഈ നമ്മൾ നോട്ട് എണ്ണുമ്പോൾ അവർ ഈ വിരലില് എന്ത് ചെയ്യും? നനയ്ക്കൂലേ. അതും ഒരു അഡ്ഹീഷൻ ബലത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഈ നമ്മൾ നേരത്തെ പ്രതല ബലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ദ്രാവകോപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ് പ്രതല ബലത്തിന് കാരണമാവുന്നത്. നമ്മൾ പറഞ്ഞ കൊഹിഷൻ ബലം പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ ആകർഷിക്കുന്നതാണ്. നമ്മൾ പ്രതല ബലം എന്ന് പറഞ്ഞത് ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം അത് പാട പോലെ നിൽക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ദ്രാവകോപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ് എന്തെന്ന് പറയുന്നത്? പ്രതല ബലത്തിന് കാരണമാവുന്നത്. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായതിനാൽ സംഭവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കേശിക ഉയർച്ച എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? കേശിക ഉയർച്ച എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അല്ലെങ്കിൽ ജലത്തിന്റെ ഭാരത്തിനെതിരായി ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശിക ഉയർച്ച. അതായത് ക്യാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ചയും, അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലം പറഞ്ഞാൽ അത് കേശിക താഴ്ചയുമാണ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് വിസ്കസ് ബലം. എന്താണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ദ്രാവക പാളികൾക്കിടയിൽ ചലനത്തിനെതിരെ അനുഭവപ്പെടുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. വിസ്കസ് ബലം ചെലുത്താനുള്ള ദ്രാവകങ്ങളുടെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദ്രാവക പാളികൾക്കിടയിൽ ചലനത്തിനെതിരെ അനുഭവപ്പെടുന്ന ബലം വിസ്കസ് ബലം. അത് ചെലുത്താനുള്ള ദ്രാവകങ്ങളുടെ കഴിവ് വിസ്കോസിറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ തേന്, ടാറ്, ഗ്രീസ്, നെയ്യ് എന്നിവയൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഈ വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളെ, കൂടിയ ദ്രാവകങ്ങളെ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ കുറഞ്ഞ ദ്രാവകങ്ങളെ എന്ന് വിളിക്കും? മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് വിളിക്കും. അതിന് ഉദാഹരണമാണ് മണ്ണെണ്ണയും ജലവും ഒക്കെ. വാതകങ്ങളുടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ദ്രാവകങ്ങളെക്കാൾ വളരെ കുറവാണ്. വാതകങ്ങളുടെ വിസ്കോസിറ്റി ദ്രാവകങ്ങളെക്കാൾ വളരെ കുറവാണ്. താപനില കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയും. താപനില കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? കുറയും. താപനില കുറയുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി എന്ത് കാട്ടും? കൂടും. അതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിക് ഷോക്കൊക്കെ അടിച്ച ഒരാളിനെ നമ്മൾ കയ്യും കാലൊക്കെ നല്ല അമർത്തി തിരുമ്മി കൊടുക്കണം പറയില്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താവും? രക്തത്തിന്റെ വിസ്കോസിറ്റി കുറച്ച് രക്ത ഓട്ടം കൂടാൻ സഹായിക്കും. അപ്പൊ അതെന്തിനാണ് ആളുടെ കൈയും കാലൊക്കെ അമർത്തുന്നതെന്ന് മനസ്സിലായോ? അതായത് രക്തത്തിന്റെ വിസ്കോസിറ്റി കുറച്ചിട്ട് രക്ത ഓട്ടം കൂട്ടാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞു ദ്രാവക പാളികൾക്കെതിരെ ചലനത്തിനെതിരെ അനുഭവപ്പെടുന്നത്, ഈ ചലിച്ചുകൊണ്ട് ഇരിക്കുന്നതിനെതിരെ അനുഭവപ്പെടുന്നതാണ് ഈ വിസ്കസ് ബലം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഷോക്ക് അടിച്ച ആൾക്ക് ഇങ്ങനെ തിരുമ്പുമ്പോൾ വിസ്കോസിറ്റി എന്താവും? കുറഞ്ഞിട്ട് രക്തോട്ടം കൂടാൻ സഹായിക്കുകയാണ് ചെയ്യാറ്. അടുത്തതിന് ഘർഷണ ബലം. എന്താണ് ഘർഷണ ബലം എന്നും കൂടി നമുക്ക് നോക്കാം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ്. ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഘർഷണം എന്ന് പറയുന്നത്.
വസ്തുവിന് മുകളിലൂടെയാണ് പറയുന്നത്. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുന്ന ബലത്തെയാണ് ഘർഷണം എന്ന് പറയുന്നത്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഉരുളൽ ഘർഷണമാണ്. അതായത് നിരങ്ങി നീങ്ങുകയാണ് പറഞ്ഞാൽ അതെന്താണ്? നിരങ്ങൽ ഘർഷണമാണ്. ഉരുളൽ ഘർഷണം പറഞ്ഞാൽ റോളിംഗ് ഫ്രിക്ഷനും, നിരങ്ങൽ ഘർഷണം പറഞ്ഞാൽ സ്ലൈഡിംഗ് ഫ്രിക്ഷനുമാണ് വരുന്നത്. ഇങ്ങനെ ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മളെ വസ്തുക്കളെയൊക്കെ ഒരു ആകൃതി രൂപപ്പെടുത്തുന്നതിനെയാണ് ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നത്. അതായത് സ്ട്രീ ലൈനിങ് എന്ന് വിളിക്കുന്നത്. ഘർഷണം കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സ്നേഹകങ്ങൾ, അതായത് ലൂബ്രിക്കൻസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ലൂബ്രിക്കന്റിന്, അതായത് ഖരാവസ്ഥയിലുള്ള ഒരു ലൂബ്രിക്കന്റിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് തൂലികാ നാമങ്ങളും അപരനാമങ്ങളൊക്കെ നോക്കാം. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോളാണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. കേരള ഹെമ്മിങ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. നിളയുടെ കാതികൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരും നിളയുടെ കാമുകൻ എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരുമാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവിയാണ്. കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാനും കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയുമാണ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്ന ആരാണ്? പൂന്താനമാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ബഷീറാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. മയ്യഴിയുടെ കാതികൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനും വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സരയുമാണ്. കേരളത്തിന്റെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. മലയാളത്തിന്റെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. മാതൃത്വത്തിന്റെ കവിയാണ് ബാലാമണി അമ്മ. മലയാളത്തിലെ എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്ന രാജലക്ഷ്മിയാണ്. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. ജനകീയ കവി എന്നറിയപ്പെടുന്ന ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ഋതുക്കളുടെ കവിയാണ് ചെറുശ്ശേരി. സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ്. നമുക്കറിയാം പ്രാചീന കവിയത്രമാരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാരാണ്. ആധുനിക കവിയത്രമാണ് കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കമ്മ്യൂണിസ്റ്റ് കവിയത്രം എന്നറിയപ്പെടുന്നത് വയലാറും ONVയും തിരുനെല്ലൂരുമാണ്. കമ്മ്യൂണിസ്റ്റ് കവിയത്രം എന്നറിയപ്പെടുന്നത്. അതുപോലെ അക്കിത്തം എന്നറിയുന്ന തൂലികാ നാമങ്ങളാണ്. അക്കിത്തം എന്ന് പറയുന്ന ആരുടെയാണ്? അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം എന്ന് പറയുന്നത്. ആനന്ദ് എന്നറിയപ്പെടുന്നത് P സച്ചിദാനന്ദനെയാണ്. ആശാ മേനോൻ എന്നറിയപ്പെടുന്ന ആരുടെയാണ്? K ശ്രീകുമാറാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇതൊക്കെ ഒന്നിച്ച് പഠിച്ചു വെച്ചാൽ മതി. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് എന്നറിയപ്പെടുന്നത്. എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ KP നാരായണനാണ്. ഏകലവ്യൻ എന്നറിയപ്പെടുന്നത് KM മാത്യു ആണ്. MRB എന്നറിയപ്പെടുന്നത് മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടിനെയാണ് MRB എന്ന് പറയുന്നത്. MT മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായരാണ് MT എന്നറിയപ്പെടുന്നത്. ONV കുറുപ്പന്റെ ഫുള്ളായി പറയുന്നത് എന്താണ്? ഒറ്റപ്ലാക്കൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പ് എന്നാണ്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. കട്ടക്കയം ചെറിയാൻ മാപ്പിള. കടമനിട്ട രാമകൃഷ്ണൻ.
കാവാലം നാരായണ പണിക്കർ, കാരൂർ നീലകണ്ഠപിള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കെ പി അപ്പൻ എന്നറിയപ്പെടുന്ന ആരാണ്? കെ പത്മനാഭൻ അപ്പനാണ് കെ പി അപ്പൻ എന്നറിയപ്പെടുന്നത്. കെ എം പണിക്കരാണ്. കെ മാധവ പണിക്കർ. കേസരി എ ബാലകൃഷ്ണ പിള്ളയാണ്. കോവിലൻ വി വി അയ്യപ്പനാണ്. കോഴിക്കോടൻ എന്നറിയപ്പെടുന്നത് അപ്പുക്കുട്ടൻ നായരെയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ്. ചെമ്മനം ചാക്കോ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. തിരുനെല്ലൂർ കരുണാകരൻ. തിക്കുറിശി എന്നറിയപ്പെടുന്നത് സുകുമാരൻ നായരാണ്. തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞനന്ദൻ നായരാണ്. തിക്കുറിശി സുകുമാരൻ നായർ, തിക്കൊടിയൻ കുഞ്ഞനന്ദൻ നായരാണ്. തോപ്പിൽ ഭാസ്കര പിള്ളയാണ്. പാറപ്പുറത്ത് കെ ഇ മത്തായി. പവനൻ പി വി നാരായണൻ. പ്രേംജി എം പി ഭട്ടതിരിപ്പാടാണ്. പ്രേംജി എന്നറിയപ്പെടുന്നത്. ബെന്യാമിൻ എന്നറിയപ്പെടുന്നത് ബെന്നി ദാനിയലാണ്. ബെന്യാമിൻ എന്നറിയപ്പെടുന്നത് മാധവക്കുട്ടി കമലാദാസ് അല്ലെങ്കിൽ കമലാ സുരയ്യയാണ്. മുല്ലനേഴി നീലകണ്ഠനാണ്. മുണ്ടശ്ശേരി എന്നറിയപ്പെടുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. വയലാർ രാമവർമ്മ. വത്സല വി ടി ഭട്ടതിരിപ്പാട്. വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ്. വിലാസിനി എം കെ മേനോനാണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആരാണ്? സൈമൺ ബൊളീവറാണ്. അമേരിക്കയുടെ വിമോചകൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ഈ സൈമൺ ബൊളീവറെ തന്നെയാണ്. അതുപോലെ വിപ്ലവപൂർവ്വ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും അവസ്ഥ വരച്ചു കാട്ടുന്ന അമ്മ എന്ന നോവൽ രചിച്ചത് ആരാണ്? മാക്സിം ഗോർഗിയാണ്. റഷ്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് സാർ ചക്രവർത്തികൾ എന്ന് പറയുന്ന ചക്രവർത്തിമാർ എന്ന് പറയുന്നത് റഷ്യ ഭരിച്ചിരുന്നവരാണ്. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ റഷ്യയിൽ രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. ഇത് പിന്നീട് രണ്ടായി പിരിഞ്ഞ് മെൻഷവിക്കുകൾ എന്ന ന്യൂനപക്ഷവും ബോൾഷെവിക്കുകൾ എന്ന ഭൂരിപക്ഷവുമായി മാറി. ഈ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ലെനിനും ട്രോട്സ്കിയുമാണ്. അതുപോലെ മെൻഷവിക്കുകളുടെ നേതാവ് അലക്സാർ കെരൻസ്കി ആയിരുന്നു. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചത് ജോൺ റീഡാണ്. റഷ്യൻ വിപ്ലവത്തിന് മുന്നോടിയായി റഷ്യയിലെമ്പാടും രൂപം കൊണ്ട തൊഴിലാളികളുടെ സംഘടന അറിയപ്പെടുന്നതാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ 1917 തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണം പിടിച്ചെടുത്തതിനെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷവിക് നേതാവ് അലക്സാണ്ടർ അധികാരത്തിലെത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ അറിയപ്പെടുന്നതാണ് ഈ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത് ശരിക്കും നടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മാർച്ച് മാസത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. റഷ്യൻ കലണ്ടറിൽ അത് ഫെബ്രുവരിയിലായിരുന്നു. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് പറഞ്ഞത് വ്ളാദിമിർ ലെനിനാണ്. ഒക്ടോബർ വിപ്ലവം ഫെബ്രുവരി വിപ്ലവവും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യൻ വിപ്ലവമായിട്ടാണ്. ഈ ഒക്ടോബർ വിപ്ലവം കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിനാവുകയും ചെയ്ത സംഭവങ്ങളാണ് ഈ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫെബ്രുവരി വിപ്ലവത്തിൽ മെൻഷവിക് നേതാവ് അലക്സാണ്ടർ അധികാരത്തിലേക്ക് എത്തുകയാണ്. ഒക്ടോബർ വിപ്ലവത്തിൽ എങ്ങനെയാണ്? ബോൾഷെവിക്കുകളുടെ കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്ത സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ഈ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന ഫലങ്ങളായിരുന്നു ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറിയതും സോവിയറ്റ് യൂണിയൻ രൂപവൽക്കരിക്കപ്പെട്ടതും ഈ ഭൂമിയെല്ലാം പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു അവരെ കർഷകർക്ക് വിതരണം ചെയ്തതും ഒക്കെ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപിക്കാൻ കാരണമായത്. അതായത് സോഷ്യലിസ്റ്റ് ആശയം ലോകമെമ്പാടും വ്യാപിക്കാൻ കാരണമായതൊക്കെ റഷ്യൻ വിപ്ലവത്തിൻ്റെതായിരുന്നു ഫലങ്ങളായിരുന്നു. 1900-ലാണ് ബോക്സർ കലാപം അരങ്ങേറിയത്. ബോക്സർ കലാപം എവിടെയായിരുന്നു? ചൈനയിലായിരുന്നു. ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്? മഞ്ജു രാജവംശമാണ്. പക്ഷെ അവര് ഭരിച്ചിരുന്നു പറഞ്ഞാലും വിദേശ ഇടപെടലും വിദേശാധിപത്യമൊക്കെ കൂടുതലായിരുന്നു. അതിനെയൊന്നും ഇവരെ എതിർക്കാതെ അതിനൊക്കെ അനുകൂല നിലപാടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതിനെതിരെ ഈ രാജവംശത്തിനെതിരെ തന്നെ രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ഈ ബോക്സർ കലാപം എന്ന് പറയുന്നത്. 1839 മുതൽ 1842 വരെയുള്ള കാലയളവിൽ ചൈനയിലുണ്ടായ സംഘർഷമാണ് കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും.
ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ.